ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ നാവൊക്കെ കുരുങ്ങുന്നത്? ഇത് കണ്ടാൽ തന്നെ നമുക്ക് ടെൻഷൻ ആവുമല്ലേ? മോസ്റ്റ്ലി ഇത് എല്ലാ ഓർത്തോ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഒരു വട്ടെങ്കിലും ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. സോ ട്രീറ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ ഈ മുത്തൊട്ടിച്ച് കമ്പിയിട്ട് ഒട്ടിക്കുമല്ലേ, അപ്പോൾ നമുക്ക് കുറേ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഈ മെയിൻലി ഫുഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാവുമ്പോൾ ചിക്കി ഫുഡ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. നമുക്കാണെങ്കിലോ പല്ലിന്റെ ഏതെങ്കിലും ഇടയിൽ ഒരു ഫുഡ് കുരുങ്ങി കഴിഞ്ഞാൽ അതെടുത്ത് കളയാൻ തോന്നും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് മെയിൻലി ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. ഇതിന് ഡെന്റൽ വാക്സസ് പറഞ്ഞ് അവൈലബിൾ ആണ്. അപ്പൊ നാവ് ഇങ്ങനെ തട്ടുന്നു എന്ന് തോന്നിയാൽ ഈ മുത്തിന്റെ മേലെ ഈ ഒരു വാക്സ് ഒട്ടിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഈ പ്രോബ്ലംസ് ഒക്കെ കുറയും. അല്ല വെച്ച് എന്താ ചെയ്യാൻ പറ്റുക? അഥവാ മുറിവാവുകയാണെങ്കിലും ചെറിയ ജെൽസ് അവൈലബിൾ ആണ്. അത് ഡെന്റിസ്റ്റിന്റെ റെക്കമെൻഡേഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മുറിവും മാറും. ഇല്ല ഇതൊന്നുമേ പാടില്ല എന്ന് വെച്ചാൽ ഇപ്പൊ റീസെന്റ് അഡ്വാൻസ് നമുക്ക് ക്ലിയർ അലൈനേഴ്സ് കുറേ കമ്പനീസ് ഓഫേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലിയർ അലൈനേഴ്സ് യൂസ് ചെയ്താൽ എന്ത് വേണേലും കഴിക്കാം, ആഹാരം കഴിക്കും, പൂരി വെക്കുക, പിന്നെ ഇരുന്ന് അത് യൂസ് ചെയ്യുക. അപ്പൊ കൂടുതൽ ഡെന്റൽ വിസിറ്റ്സ് ഇല്ലാണ്ട് തന്നെ പല്ല അലൈനായി കിട്ടുകയും ചെയ്യും.